എനിക്ക് ഗ്രീൻ ഗ്രേപ്സിനെക്കാട്ടിലും റെഡ് ഗ്രേപ്സ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഗ്രീൻ ഗ്രേപ്സിന് കുറച്ചുകൂടെ പുളിയുണ്ട്, ഇത് കുറച്ചുകൂടെ സ്വീറ്റ്നെസ്സും ചിലതിലൊക്കെ കുറച്ച് പുളിയുണ്ടാവും. അപ്പോൾ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക ഗ്രേപ്സ്. പക്ഷേ വാങ്ങുമ്പോഴും എനിക്ക് ഭയങ്കര ടെൻഷനാണ്, കൂടുതൽ പെസ്റ്റിസൈഡ്സ് ഉണ്ടാവുമോ, വാക്സ് ഉണ്ടാവുമോ. അപ്പം ഞാനൊരു 3 സ്റ്റെപ്പ് വഴിയാണ് ഇത് കഴുകുന്നത്. കുറച്ച് ലോങ് പ്രോസസ്സാണ് ഇത്. കറക്റ്റായിട്ടുള്ള മെത്തേഡാണോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എന്നാലും ഞാൻ ചെയ്യുന്ന രീതി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം കണ്ടല്ലോ, ഞാൻ ഞെട്ടിയുന്നതെല്ലാം അടർത്തിയെടുക്കും. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും നമുക്ക് കഴുകാനും ഹാൻഡിൽ ചെയ്യാനൊക്കെ ആയിട്ട്. അല്ലെങ്കിൽ അത് ഭയങ്കര ബൾക്ക് ക്വാണ്ടിറ്റിയിൽ കിടക്കും. അപ്പോൾ ആദ്യം തന്നെ 2-3 പ്രാവശ്യം ഞാൻ നന്നായിട്ട് വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട്, പൊടിയും മണ്ണൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അടുത്തത് ഞാൻ ചെയ്യുന്നത് വിനീഗറിൽ ഒരു 10 മിനിറ്റ് കുതിർത്ത് വയ്ക്കും. കറക്റ്റായിട്ട് അളവ് പറയുകയാണെങ്കിൽ ഒരു പാർട്ട് വിനീഗർ 1/3 ഇതിലാണ് വരുന്നത്. ഒരു പാർട്ട് വിനീഗർ ആണെങ്കിൽ 3 പാർട്ട് വെള്ളം, അങ്ങനെയാണ് കണക്ക്. 10 മിനിറ്റ് കുതിർത്ത് വെച്ച ശേഷം വീണ്ടും കൈ കൊണ്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്തിട്ട് കഴുകി എടുക്കും. ആ വിനീഗറിൻ്റെ ടേസ്റ്റൊക്കെ പോകണം. 1-2 പ്രാവശ്യം വീണ്ടും നന്നായിട്ട് കഴുകി എടുക്കും. അതിനുശേഷം പിന്നെ ചെയ്യുന്നതാണ് സോഡാപ്പൊടി ഇട്ട് കഴുകുന്നത്, ബേക്കിംഗ് സോഡ. അപ്പോൾ അതിലാണ് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടത് വാക്സും പെസ്റ്റിസൈഡ്സും പോകാനുള്ള ഏറ്റവും ബെസ്റ്റ് വഴി ബേക്കിംഗ് സോഡ. അപ്പോൾ ഞാൻ എന്തായാലും ഡബിൾ എൻഷുവർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 സ്റ്റെപ്പും യൂസ് ചെയ്യാറുണ്ട്. വിനീഗറും യൂസ് ചെയ്യാറുണ്ട്, ബേക്കിംഗ് സോഡയും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് ഞാൻ ഒരു 5-6 മിനിറ്റ് വയ്ക്കാറുണ്ട്. കണക്ക് പ്രകാരം ഏകദേശം 1 ലിറ്റർ വെള്ളത്തിന് 1 ടീസ്പൂൺ സോഡ, ഞാനൊരു 2 ടീസ്പൂണോളം സോഡ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുതിർത്ത് വെച്ച ശേഷം കൈകൊണ്ട് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിലുള്ള വാക്സോ ഇനി വല്ല പെസ്റ്റിസൈഡ്സോ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പോട്ടെ, എല്ലാം വിശ്വാസമാണ്, എല്ലാം പോട്ടെ എന്നുള്ളതിൽ കൈകൊണ്ട് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് റബ്ബ് ചെയ്ത് ആവേശം കൂടി എൻ്റെ പൾപ്പൊന്നും പുറത്ത് വരരുത് കേട്ടോ. അപ്പോൾ കൈകൊണ്ട് ജെൻറ്റിലായിട്ടൊന്ന് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ വെള്ളം കളയുക, ആ സോഡയുടെ ടേസ്റ്റ് പോകുന്നവരെ. അപ്പോൾ നമ്മൾ അങ്ങനെ കഴുകുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ കെടുവെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് മാറ്റാൻ പറ്റും. ഓക്കെ. അതിനുശേഷം പിന്നെ ഞാൻ റണ്ണിങ് വാട്ടറിൽ ടാപ്പ് തുറന്ന് വെച്ചിട്ട് ഇതേപോലെ ഒരു അരിപ്പയോ വല്ലതും ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് വെള്ളം കാണിച്ചെടുക്കുകയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം വെള്ളം വലം വെച്ച് കഴിഞ്ഞാൽ കഴിക്കാം. ഇതാണ് പതിവ്. അപ്പോൾ അതിൽ ഞാൻ വീണ്ടും ഒന്നുകൂടെ റബ്ബ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് ഞാൻ മുന്തിരി കഴുകുന്നത്. നിങ്ങൾ എങ്ങനെയാണ് മുന്തിരി കഴുകുന്നത് എന്നുള്ളത് താഴെ കമൻറ്റ് ബിലോ. ഓക്കെ. അപ്പോൾ സീ യു, ബൈ.